back to our channel. Iamilhan. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പറമ്പിലും അതുപോലെ ആ പരിസരത്തൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് ചെടികൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ. ആമിയുണ്ട്, അതുപോലെ തന്നെ മുന്നയുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാസ്ക് ഒന്നും എടുത്തിട്ടില്ല. ഈ പറമ്പിലൊക്കെയാണല്ലോ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോവാണ്. ഇത് റബ്ബർ തോട്ടം കേട്ടോ, ഫുള്ള് റബ്ബർ തോട്ടമൊക്കെയാണ്. ഇവിടെ ജാതിയൊക്കെ ഉണ്ട്. ജാതി ഇവിടെ ജാതിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ്സ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആമി? ഉണ്ട്. അപ്പൊ അതൊക്കെ കളക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ പോവാം. അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ റോഡിന്റെ സൈഡിലൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് പക്ഷേ ഈ വീടിന്റെ ഈ റോഡിന്റെ സൈഡിലുള്ള വീട്ടിലെ ചേച്ചി നട്ടു വെച്ചിരിക്കുന്ന ചെടികളൊക്കെയാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് പറിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ വെറുതെ നിങ്ങളെ ഇത് കാണിച്ചതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങേ അറ്റം വരെ ചെടികളുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പറമ്പിലേക്ക് നോക്കിക്കേ, ഇവിടെ ഫേണാണ്, നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ഫേണാണ് ഇവിടെ ഉള്ളത്. ഈ പറമ്പ് മുഴുവൻ ആ ഫേൺ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിറയെ നിൽക്കുന്നതാണ്, നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങണില്ല, കാരണം അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങണില്ല. അപ്പൊ നമ്മള് ഇവിടെ ഒരു തോടാട്ടോ, കണ്ടോ, ചെറിയ കൈത്തോട്. പണ്ടൊക്കെ ഇങ്ങനത്തെ തോടൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ഇത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ തോട് അത്ര വൃത്തിയുള്ള തോടൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഈ റോട്ടിൽ കൂടെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ മുന്നോട്ട് നമുക്ക് പോയാലോ? എന്നാ വാ. അപ്പൊ ഇവിടെ നമുക്കൊരു കോളേജ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോളേജ് പ്ലാന്റ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന പ്ലാന്റ്. ഇനി നമുക്ക് ബാക്കി ഓരോരോ പ്ലാന്റ് ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ കൂടെ വന്നപ്പോ ഇവിടെ ഒരു ശതാവരി അതൊരെണ്ണം നിൽക്കുന്ന കണ്ടു. അപ്പൊ നമുക്ക് എൻ്റെ കയ്യിലില്ല ആ ഒരു ചെടി. അപ്പൊ അതൊരെണ്ണം നമുക്ക് കളക്ട് ചെയ്യാം. ഇതാണ് ശതാവരിയുടെ ചെറിയൊരു തൈയാണ് കേട്ടോ. അത് ഇവിടെ ഒരു ചെറിയ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു തൈയാണിത്. ഈ ഒരു പ്രദേശം മുഴുവൻ മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഒരു പറമ്പാണ്, പറമ്പിൻ്റെ മതിലാണ്. അപ്പോൾ ഈ മതിലയിൽ നിറയെ മണി പ്ലാന്റ് ഇങ്ങനെ കയറി പടർന്ന് കിടക്കുന്നുണ്ട്. വലിയ ലീഫായിട്ടുള്ള മണി പ്ലാന്റ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നോർമൽ വെറൈറ്റിയാണ്, ഗോൾഡൻ പോത്തോസ്. അപ്പോൾ ഈ മതിലയിലും അതുപോലെ ഈ പറമ്പിനകത്ത് ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരത്തിലൊക്കെ ഇങ്ങനെ കയറിയിട്ട് വലിയ ലീഫൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ എല്ലാ പ്ലാന്റ് ഹണ്ടിങ്ങിലും തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു ഗോൾഡൻ പോത്തോസ്. അപ്പം നമുക്കിത് പിന്നീടാണെങ്കിൽ ആവശ്യം വരുമ്പോൾ ഇവിടെ ഒന്ന് പറിച്ചാൽ മതി. എല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കളക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദേ ഈ ഒരു ചെടി, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെടി ഞങ്ങൾ ഇതിന് ഡിസംബർ മുല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വയലറ്റ് കളറിൽ ഇങ്ങനെ ഉള്ള ഒരു ലീഫും തണ്ടും ഒക്കെ സെയിം കളറാണ്. അതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ മുട്ട് പോലെ, ഒരു മുത്ത് പോലെ ഒരു പൂവ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഒന്നിച്ച് നിൽക്കുകയാണ് സാധാരണ കാണാറുള്ളത്. ഇവിടെ ഇപ്പോൾ 2-3 തൈകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ നിങ്ങളെ ഒന്ന് വെറുതെ കാണിച്ചെന്നുള്ളൂ. വേറെ പ്ലാന്റ് ഹണ്ടിങ്ങിലൊന്നും ഈ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ളൊരു ചെടിയാണിത്, നമ്മൾ കളക്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പറമ്പിലേക്ക് കയറി. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ആമി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പറമ്പിലേക്ക് കയറിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് എന്തെങ്കിലും ചെടികൾ കിട്ടുമെന്ന്. ഈ സ്ഥലം കണ്ടോ, ഇങ്ങനെയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പൊ ഇവിടെ കണ്ടിട്ട് ചെടിയുള്ള ലക്ഷണമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം.
ഡിസംബർ മുല്ല ഒരുപാട് നിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ മണി പ്ലാന്റിന്റെ നമ്മൾ ആദ്യം കണ്ട മണി പ്ലാന്റിന്റെ ഫോറസ്റ്റ്, അതാണ് അവിടേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. പ്ലാന്റ് എവിടെയാടി? ഇവിടെ അല്ലേ ഇത്? ഇവിടെ നമ്മളങ്ങനെ, ഇത് നല്ലൊരു വയലറ്റ് കളറാണ്, പക്ഷെ വീഡിയോയിൽ വേറെ എന്തോ ഒരു കളറാണ് കാണുന്നത്. ഇത് മോർണിംഗ് ഗ്ലോറി ആണോ? പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇല ഇതാണ്. ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പൂവൊക്കെയാണ്. ഇവിടെ മതിലയില് ഒത്തിരി ഇങ്ങനെ പിടിച്ചു കയറി കിടക്കുന്നുണ്ട്. ഇത് അവരിതേ അപ്പോൾ മുന്നോട്ട് പോയി കേട്ടോ. ഞാൻ എന്തായാലും കൂടെ പോവാം. ശരിക്കും പേടിയാവും കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിന് വരുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടൊരു ചെടിയാണ് ഈ ഒരു വയലറ്റ് പൂ ഉണ്ടാവുന്നൊരു ചെടി. കാട്ടുചെടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചെടിയൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ആമി ഇവിടെ നിറയെ പൂച്ചെടികളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഈ ചെടിയുടെ പൂ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാട്ടുചെടിയാണെന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ പേരൊന്നും ഞാൻ സെർച്ച് ചെയ്യാനൊന്നും നിന്നില്ല. ഈ പ്രദേശത്ത് ഇതിൻ്റെ ഒരുപാട് ചെടികൾ നിൽക്കുന്നുണ്ട്. എല്ലാത്തിലൊന്നും പൂവില്ല. പിന്നെ ഇതും ഞാനങ്ങനെ കളക്ട് ചെയ്തില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാടിൻ്റെ നടുക്കായിട്ട് ഒരു റിയോ പ്ലാന്റ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടുന്ന് നേരത്തെ ആമിയും മമ്മിയും കൂടെ റിയോ പ്ലാന്റ് ഒക്കെ പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറിയിട്ട് നമുക്ക് പറിക്കാം. ഇവിടെ നിന്ന് നോക്കിയാലൊന്നും കാണില്ല, അകത്തേക്ക് കുറച്ച് കയറിപ്പോയാലേ ഇത് കാണുള്ളൂ. അപ്പോൾ എനിക്ക് പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ നമുക്ക് കൈയെത്തിച്ച് പറിക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് പറിച്ചു. കണ്ടോ, ഇതാണ് റിയോ പ്ലാന്റ്. ഇതിങ്ങനെ നിലത്ത് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി വലിയ ചെടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചധികം തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും പറിച്ചില്ല. എനിക്ക് നമുക്ക് കൈയെത്തിച്ച് പറിക്കാവുന്ന പറിച്ചു. വേറെ എന്തെങ്കിലും ചെടി കണ്ടോ? ഒരു പാം ട്രീ ആണ്. ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരെണ്ണം നമുക്ക് പറിക്കാം. ഈ പന ഇതിവിടുന്ന് ഈ അറ്റത്തുള്ളത് മാത്രമേ ഞങ്ങൾ പറിച്ചുള്ളൂ കേട്ടോ. ഒത്തിരി നിൽക്കുന്നുണ്ട് ഈ ഒരു പറമ്പിൽ, ഒത്തിരി ഈ പന നിൽക്കുന്നുണ്ട്. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, കാരണം ഇതിൻ്റെ വേര് നല്ല ആഴത്തിലാണ് പോയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഈ തണ്ടയിലൊക്കെ നിറയെ മുള്ളുമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിട്ട് വലിച്ചെടുക്കാൻ നേരത്ത് മുള്ളൊക്കെ കൈക്കൊള്ളും. എന്തായാലും ഞാൻ ഒരു ചെടി ഇതിൻ്റെ പറിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു, ഓഫീസിലൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു തൈ മാത്രമേ പറിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് പിന്നീട് വന്ന് പറിക്കാമല്ലോ. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മേളിൽ, നമ്മൾ ആ പന പറിച്ചതിൻ്റെ മേളിലെ സ്റ്റെപ്പിൽ കൂടെ മേളിലേക്ക് കയറി പോകുക കേട്ടോ. ഇതിന് മേളിൽ ഒരു വീടുണ്ട്. അപ്പം ഇവിടെ ആൾക്കാരൊന്നുമില്ല, ആൾതാമസമൊന്നുമുള്ള സ്ഥലമല്ല. ഇതാണ് ആ വീട്, പഴയ വീടാണ്. അപ്പം ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ആദ്യം കണ്ട വയലറ്റ് പൂവില്ലേ, അതിങ്ങനെ കയറി കിടക്കുന്നതാണ്, നല്ല രസം കാണാൻ. പിന്നെ ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്. അപ്പോൾ അവിടെ നിറയെ ആമ്പലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തൈ പറിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ആൾതാമസം ഇല്ലാത്ത വീടായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കയറി ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ഈ ആമ്പലൊക്കെ നേരത്തെ ആമി പറിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറിക്കാം. ഇതത്ര ഹെൽത്തി അല്ലാത്തവരെണ്ണാണെന്നാണ് ആമി പറഞ്ഞത്. എനിക്ക് ആമ്പൽ വളർത്തി അത്ര പരിചയമില്ല, ആമിക്കൊക്കെ പരിചയമുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം കൂടി പറിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ എന്തായാലും കുറച്ച് വലിയ ഒരു തൈയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പം ആമ്പലും രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിപ്പോൾ റോഡ് സൈഡിലാണ്. റോഡിൻ്റെ വശത്ത് നമ്മൾ നടന്നു പോകുന്ന വഴി തന്നെയാണ്. അവിടെ കുറേ അധികം സിങ്കോണിയം പ്ലാന്റ് കിടക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ പടർന്ന് വന്നിരിച്ച് അവിടെ ഉണ്ടായി കിടക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡ് കിടന്നിട്ട് ഒരു മനുഷ്യൻ ഇതൊന്നും എടുക്കുന്നുമില്ല, ആർക്കും വേണ്ടാന്ന് തോന്നണേ.
എന്തായാലും അത് നമുക്ക് നന്നായി, കാരണം കുറേ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പാകത്തിന്. അപ്പം ഞാനതിൻ്റെ കുറച്ചധികം തൈകൾ ഇവിടുന്ന് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ പ്ലാന്റ് നേരത്തെ ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അന്ന് കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ പ്ലാന്റ് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റ്സ് എല്ലാം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു തണ്ട് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആ പ്ലാന്റ് കിട്ടി. ഇതാ പറയുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു പറയുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റായത്, അതിൻ്റെ പ്ലാന്റ് നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.